പക്ഷേ ആർ വി ബാബു ഈ ചിത്രത്തെ വണങ്ങില്ല. അത് ഇടത് വലത് മുന്നണികൾ അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും CPIM ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. അവരുടെ നിലപാടാണിത്. അതുകൊണ്ട് രാജ്ഭവനിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന നിലപാടെടുക്കുകയും സെക്രട്ടേറിയറ്റിലേക്ക് ആ പരിപാടി മാറ്റുകയും ചെയ്തു. അവരുടെ നിലപാട് വെച്ച് നോക്കിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുകയില്ലല്ലോ. അല്ല, ആര് കുറ്റം പറഞ്ഞു അതിന് മഞ്ജുഷേ? ഈ മാതാവിനെ, ഭാരതാംബയെ അംഗീകരിക്കാൻ CPM-നോ കോൺഗ്രസിനോ മനസ്സില്ലെങ്കിൽ അവർ അംഗീകരിക്കണ്ട. അതിനെ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഭാരതാംബ ഏതാണോ അത് അവർ അംഗീകരിക്കട്ടെ. മഞ്ജുഷേ, ഞാൻ പറയുന്നത് തിരിച്ചു വരുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോ അത് എനിക്കതിനകത്ത് അത്ഭുതമൊന്നുമില്ല. ഇതിനകത്ത് എനിക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം അവര് ഇപ്പോ ഭാരതാംബയെ അംഗീകരിക്കില്ല. ഈ ഭാരതാംബയാണ് ഞങ്ങൾ അംഗീകരിക്കാത്തത്, ത്രിവർണ പതാകയിലുള്ള ഭാരതാംബയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പോലും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. എന്റെ കാരണം ഭാരതം എന്ന പേരിനെ പോലും ഇവർ ഭയക്കുന്നല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ വർഷമല്ലേ റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന പേരിൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നെയിം ബോർഡിൽ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ എന്തായിരുന്നു ഇവിടെ പുകയില്? ഭാരതം എന്ന പേരിനെ പോലും ഇവർ എതിർക്കല്ലേ. ഇപ്പൊ ഈ കോൺഗ്രസിന്റെ വിജീഷ് ഇവിടെ പറയുന്നുണ്ടായി, ഞങ്ങൾ ഭാരത മാതാ അതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല, ഈ രീതിയിലുള്ള ദേശീയതയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഭാരത് മാതാ കി ജയ് എന്ന് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ ഇപ്പൊ വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിച്ചതിന് ശാസിച്ച നേതാക്കന്മാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് സർ, ഒരുപാടുണ്ട്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഇന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളിൽ മുഴങ്ങാറില്ല. കാരണം ഈ ഭാരത് മാതാ കി ജയ്, ഭാരതം തുടങ്ങിയ പേരുകളൊക്കെ അത് സംഘപരിവാറിൻ്റെതാണ്, വർഗീയമാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്ന നരേറ്റീവിലൂടെ ഒരു വിഭാഗത്തെ, ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഇതിനൊന്നും താല്പര്യമില്ല. കാരണം അവർ വന്ദേ മാതരം ചൊല്ലാൻ താല്പര്യമില്ല, വന്ദേ മാതരത്തെ അതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല, ഭാരതം മാതാ കി ജയ് എന്ന് വിളിക്കാൻ ഞങ്ങൾ സാധ്യമല്ല. കാരണം ഈ കഴിഞ്ഞ 2016 മഹാരാഷ്ട്ര അസംബ്ലിയിൽ വാരിസ് പത്താൻ എന്ന് പറയുന്ന നമ്മുടെ ഒവൈസിയുടെ ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ഒരു MLA നിയമസഭയ്ക്കകത്ത് ഞാൻ ഭാരത് മാതാ കി ജയ് വിളിക്കില്ല എന്ന് ഒരു നിലപാടെടുത്തപ്പോൾ അതിനെതിരായിട്ട് 2016 കോൺഗ്രസ്, NCP, ശിവസേന, BJP സംയുക്തമായിട്ട് ആ MLA സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കാലം പോയപ്പോൾ ഇപ്പൊ എന്താ, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്, സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ ഇപ്പോ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഈ ഭാരതാംബയുടെ ചിത്രം പറ്റില്ല, ഭാരതം എന്നുള്ള പേര് പറ്റില്ല, കാവ്യ പറ്റില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയാണല്ലോ. വന്ദേ മാതരം പാടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് എതിർക്കുന്നതിന് പറയുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘ് പരിവാറിൻ്റെതായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം. പിന്നെയുള്ളത്, ഈ ചിത്രത്തിൽ ഇന്ത്യയുടെ ഭൂപടമല്ല, അത് തെറ്റായാണ് വരച്ചിരിക്കുന്നത് എന്നുമാണ്. അല്ല, സാംസ്കാരിക ഭാരതത്തിന്റെ ചിത്രമാണ്, ഭൂപടമാണത്. സാംസ്കാരിക ഭാരതം എന്ന് പറയുമ്പോൾ കുറെ കൂടി വിശാലമാണ്. നമുക്കറിയാം, അതോ ഭാരതം അഖണ്ഡമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് മഹർഷി അരവിന്ദനൊക്കെ ഭാരതത്തിന്റെ വിഭജനം പോകും എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഉത്തരപ്പാറ പ്രസംഗത്തിലൊക്കെ മഹർഷി അരവിന്ദൻ കണ്ട സ്വപ്നമുണ്ട്. അപ്പോൾ അതേപോലുള്ള ദേശീയവാദികൾ ഈ ഭാരതത്തിന്റെ വിഭജനം പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുഴുവൻ ഭാരതവും ഒരു സാംസ്കാരിക ഏകത്വത്തിലേക്ക് വീണ്ടും വരണം എന്നൊരു സങ്കല്പത്തിൽ തയ്യാറാക്കിയ ചിത്രമായിരിക്കാം അത്. ഈ ചിത്രത്തോടുള്ള എതിർപ്പ് അത് RSSകാർ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല മഞ്ജുഷേ. RSSകാർ ഈ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്, RSSകാരല്ലാത്തവരും ഒരുപാട് സംഘടനകൾ ഈ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കാവ്യയോടുള്ള എതിർപ്പ് എന്താണ്? കാവ്യ എന്താണ്? കാവ്യ RSSന്റേതാണോ സത്യത്തില്? അല്ലെങ്കിൽ RSSന്റെ മാത്രമാണോ? അല്ലല്ലോ. എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് ഈ നാട്ടിലെ ജനത ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നതാണ് കാവ്യ. കാരണം കോൺഗ്രസിന്റെ ദേശീയ പതാക സമിതി ഉണ്ടായിരുന്നല്ലോ 1931. വിജീഷ് പഴയ ചരിത്രമൊക്കെ എടുത്ത് നോക്കണം. ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ അടങ്ങുന്ന പതാക കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ പതാക കമ്മിറ്റി ഏത് പതാകയാണ് നിശ്ചയിച്ചിരുന്നത്? കേസരി വർണ്ണത്തിലുള്ള പതാകയാണ്. കേസരി വർണ്ണത്തിലുള്ള പതാക മഹാത്മാഗാന്ധി പറഞ്ഞു അത് പറ്റില്ല, അത് എല്ലാ വിഭാഗങ്ങളെയും, അതായത് പതാകയുടെ നിറത്തിന് മതവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് പച്ചയും കൂടിയും ചേർത്ത് അങ്ങനെ ഒരു ദേശീയ പതാക വേണം, മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമായിരുന്നു. ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട്, അന്നും എതിർപ്പുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ദേശീയ പതാക, നമ്മുടെ ത്രിവർണ പതാക ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുകയും ചെയ്ത കാലം മുതൽ ഇവിടെ വിജീഷ് പറയുന്ന പോലെ സെപ്പറേറ്റ് പതാകയൊന്നും ഉയർത്തിയിട്ടില്ല.
ഈ ദേശീയ പതാകയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് തന്നെയാണ് RSSും അതേപോലുള്ള സംഘടനകളും പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അതിന് RSSന്റെ കാര്യാലയത്തിൽ ഉയർത്താറുണ്ടോ, RSSന്റെ പരിപാടികൾ ഉയർത്താറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരനാദരവും ദേശീയ പതാകയോട് RSS തുടങ്ങിയിട്ടുള്ള സംഘടനകൾ നാളിതുവരെ കാണിച്ചിട്ടില്ല. മാത്രമല്ല, രാഷ്ട്രത്തിന്റെ നിർണായക ഘട്ടത്തിൽ രാഷ്ട്രത്തോടൊപ്പം നിന്നു എന്നതിന്റെ പേരിലാണ് വിജീഷിന്റെ നേതാവ് പഴയ ജവഹർലാൽ നെഹ്റു സർദാർ റിപ്പബ്ലിക് ദിന പരേഡിൽ RSSനെ ക്ഷണിച്ചു കൊണ്ടുവന്നത്, RSSനെ പങ്കെടുപ്പിച്ചുകൊണ്ട് റൂട്ട് മാർച്ച് നടത്തിയത്. അപ്പൊ അതൊക്കെ ചരിത്രമാണ്. രാജ്യത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ രാജ്യത്തോടൊപ്പം നിന്നു എന്നതിന്റെ ചരിത്രമാണ്. പക്ഷേ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഒരു പ്രത്യേക കുടുംബത്തിന്റെ വകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നു. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. അതിനെതിരായി ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും. സ്വാതന്ത്ര്യ സമരം ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ വകയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, ആ കുടുംബത്തിന്റെ ചരിത്രമാണ് രാജ്യത്തിന്റെ ചരിത്രം എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം അത് കുറെ കാലമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യ സമര എതിർപ്പ് പ്രത്യക്ഷമായിട്ട് പ്രകടിപ്പിച്ചത് കോൺഗ്രസ് അല്ല, CPIയും CPMുമാണ്. LDF ആണ് പ്രകടിപ്പിച്ചത്. ഇവിടെ ഞങ്ങൾ പങ്കെടുക്കില്ല, അതുകൊണ്ടാണല്ലോ ചടങ്ങ് അവിടെ നിന്ന് മാറ്റിയത്. അവരുടെ കാര്യം ഞാൻ അവരുടെ കാര്യം പറയാത്തതാണ് മഞ്ജുഷേ, അവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. കാരണം വാര്യൻകുന്നൻ സ്വീകാര്യനാവുകയും ഭാരതാംബ അസ്വീകാര്യമാവു പോവുകയും ചെയ്യുന്നതിന്റെ ആ ഒരു സാമ്യം നമ്മളൊന്ന് നോക്കൂ, അതിന്റെ ആ ഒരു താരതമ്യം നോക്കൂ. വാര്യൻകുന്നന് സ്മാരകം പണിയുന്ന പാർട്ടിയാണ് ഇവര്. വാര്യൻകുന്നന് സ്മാരകം പണിയാണ് മലപ്പുറം ജില്ലയിൽ. വാര്യൻകുന്നന് സ്മാരകം പണിയുന്ന CPM ഭാരതാംബ സ്വീകരിക്കാൻ പാടില്ല, ഈ ഭാരതാംബയെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, CPM CPI അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെല്ലാ കാലവും നാടിന്റെ ദേശീയതയ്ക്കെതിരെ നിന്ന ഒരു പ്രസ്ഥാനമല്ലേ. അവര് ഇപ്പോ വിവേകാനന്ദനെ അല്ലെങ്കിൽ നാരായണ ഗുരുദേവനെ, ചട്ടമ്പി സ്വാമികളെ, അവരൊക്കെ അത്തരം മാനബിന്ദുക്കളെ മുഴുവൻ, നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞവരാണ്, ദേശീയതയെ തള്ളിപ്പറഞ്ഞവരാണ്. ഈ നാടിനെ പലതായി വെട്ടിമുറിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ബ്രിട്ടീഷുകാരോട്. 16 17 വെട്ടിമുറിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. രാജ്യത്തിന്റെ ദേശീയ താല്പര്യങ്ങളെ എല്ലാ കാലത്തും എതിർത്തു പോകുന്നവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിക്കാത്തവരായിരുന്നു. പിന്നീടല്ലേ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവർ അംഗീകരിച്ചത്. ശരി, അഡ്വക്കേറ്റ് BN ഗസൽ, ഈ ഭാരത